നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ കരുത്തോടെയുള്ള പ്രതിപക്ഷ ഐക്യം അനിവാര്യമായ സമയത്ത് ഒരു കൂട്ടം പാർട്ടികളുടെ ഒറ്റതിരിഞ്ഞുള്ള ശബ്ദം മാത്രം. 28 പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിൽ പ്രമുഖരെല്ലാം കോൺഗ്രസിനെതിരെ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ രംഗത്തെത്തിക്കഴിഞ്ഞു. രാഹുൽ വേണ്ട, മമത മതി. അദാനി വിഷയം മാത്രം പോരാ. EVM-നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സവർക്കറെ വിമർശിക്കരുത്. ഇങ്ങനെ കോൺഗ്രസിനെ തിരുത്താൻ ഇന്ത്യ പാർട്ടികൾക്ക് പല കാരണങ്ങൾ. ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെ മാത്രം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി കടന്നാക്രമിച്ചപ്പോൾ പ്രതിരോധം ദുർബലം. പാർലമെന്റിലെ ഫ്ലോർ മാനേജ്മെന്റിൽ കോൺഗ്രസ് നയതന്ത്രം പാളുന്നു. നാഷണൽ കോൺഫറൻസും ഉദ്ധവ് താക്കറെയും കൂടി തള്ളിപ്പറഞ്ഞതോടെ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നത് DMK മാത്രം. പാളിച്ചയ്ക്ക് ഉത്തരവാദി കോൺഗ്രസോ സഖ്യകക്ഷികളോ? സഖ്യകക്ഷികളുടെ നീക്കം കോൺഗ്രസ് മുക്ത് ഇന്ത്യ മുന്നണിക്കോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ ശ്രീ CB സത്യൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്. പല ദിവസവും ഈ ചർച്ച വേണ്ടി വരികയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നാഷണൽ കോൺഫറൻസും EVM വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് 100 സീറ്റുകൾ കിട്ടി ജയിക്കുമ്പോൾ വലിയ ആഘോഷം നടത്തുന്നു, പക്ഷെ തോൽക്കുന്ന സമയത്ത് EVM-നെ കുറ്റം പറയുന്നു. അത് വേണ്ട എന്ന് നാഷണൽ കോൺഫറൻസും പറഞ്ഞു കഴിഞ്ഞു. ഉദ്ധവ് താക്കറെ ഇന്ന് സവർക്കറെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. DMK മാത്രമാണ് കോൺഗ്രസിന് പിന്തുണച്ചത്. മമതയല്ല, രാഹുൽ തന്നെയാണ് നേതൃത്വത്തിൽ ഇരിക്കേണ്ടത് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും കോൺഗ്രസ് മുക്ത് ഇന്ത്യ മുന്നണിക്കുള്ള നീക്കമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഇവിടെ മഞ്ജുഷ്, ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടി മാത്രമേ യഥാർത്ഥത്തിൽ എക്കാലത്തും BJPയുടെ മറുപക്ഷത്തുണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ കക്ഷികളും, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ഏതാണ്ട് എല്ലാ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത്, ഈ പറയുന്ന നാഷണൽ കോൺഫറൻസ് പോലും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഉറപ്പായി BJPയോടൊപ്പം NDA മുന്നണിയുടെ ഇപ്പോഴത്തെയോ മുൻകാലത്തെയോ ഭാഗമായിരുന്നു. അവിടെ അധികാരം പങ്കിടുന്നതിന് വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ട ഒരു മുന്നണി, ഇന്ത്യ മുന്നണി. അത് പണ്ടത്തെ UPAയുടെ ഒരു പുതുക്കിയ ഒരു രൂപമാണ്. അലകും പിടിയും എല്ലാം മാറ്റി പുതുക്കിയ രൂപം. ആ രൂപം ദൃഢമായി തുടരണമെങ്കിൽ there should be a common minimum program, അല്ലെങ്കിൽ ഒരു അജണ്ട ഫോർ ഗവർണൻസ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം. അങ്ങനെയൊന്ന് ഇന്ത്യ മുന്നണിക്കില്ല. ഒരു സെക്രട്ടേറിയറ്റ് സംവിധാനമില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു കോർഡിനേഷൻ മെക്കാനിസം ഇല്ല. എന്തിന്? ഒരു കൺവീനർ പോലുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഇലക്ഷന് വേണ്ടി ഒരുമിച്ച് വന്ന ഒരു കൂട്ടം രാഷ്ട്രീയ കക്ഷികൾ, ഒരു സീറ്റ് ഷെയറിംഗ് ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ മാത്രം വന്ന കക്ഷികൾ എന്നതിനുപരിയായി ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിർത്താൻ മറ്റൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സ്വാഭാവികമായി വെച്ചാൽ മുഴച്ചിരിക്കും. അത് താൽക്കാലികമായ കെട്ടൽ മാത്രമാണ്. When the going is good, everybody stands together. When the going gets tough, only the tough gets going. എന്ന് പറഞ്ഞാൽ how tough is the Congress? കോൺഗ്രസിൻ്റെ റെസിലിയൻസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം സ്റ്റേബിളാണ്, റെസിലിയൻ്റ് ആണ്. ഇവിടെ ഒന്നാമത് ഓർക്കേണ്ട കാര്യം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയെ പിടിച്ചു കെട്ടാൻ, ആ ആകാശത്തെ പിടിച്ചു കെട്ടാൻ, അവരവരുടെ തട്ടകങ്ങളിൽ പിടിച്ചു കെട്ടാൻ കോൺഗ്രസിന് കഴിയുമോ? നോക്കൂ, മഹാരാഷ്ട്ര വേറിട്ട് നിൽക്കട്ടെ, അവിടെ ഒരു മുന്നണി സംവിധാനമാണ്. ബീഹാർ വേറിട്ട് നിൽക്കട്ടെ, അവിടെ ലാലുവിൻ്റെ പാർട്ടിയുണ്ട്. ഉത്തർപ്രദേശ് മാറി നിൽക്കട്ടെ, അവിടെ മുലായം സിംഗിൻ്റെ പാർട്ടിയുണ്ട്. എന്നാൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, അതുപോലെ ചില സംസ്ഥാനങ്ങളിൽ നേരിട്ട് കോൺഗ്രസ് വേഴ്സസ് BJP, ഹരിയാന ഉൾപ്പെടെ അവിടങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് പരിതാപകരമായ രീതിയിൽ ലോയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് പൊതുവെ പറയുമ്പോഴും 100 സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് സ്വപ്നം കാണാനാവാത്തൊരു സീറ്റാണ്. 99+1 ഇൻഡിപെൻഡൻറ്റ്. അതുപോലും സഖ്യകക്ഷികളുടെ ചിറകിലേറിയാണ് നേടിയതെന്ന് ഓർക്കണം. അവിടെ സമാജ്വാദി പാർട്ടിയുടെ കെയർ ഓഫിലാണ് UPയിൽ 6 സീറ്റ് ലഭിച്ചത്. അതുപോലെ മറ്റ് കക്ഷികളുടെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാദിയുടെ ബലത്തിലാണ് 13 സീറ്റുകൾ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ലഭിച്ചത്. ഒറ്റയ്ക്ക് നിന്നെങ്കിൽ അത് ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് BJPയെയോ NDAയോ തകർക്കാൻ തക്ക ഒരു കേപ്പബിലിറ്റി,
ഒരുപക്ഷെ ആകെ ഉള്ളത് തെലങ്കാനയിൽ മാത്രമാണ്, അല്ലെങ്കിൽ പക്ഷേ കർണാടകത്തിൽ. ഇപ്പോഴത്തെ ഈ ഉലച്ചിലിന് കാരണം അത് കോൺഗ്രസിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കണോ? സഖ്യ പാർട്ടികൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുന്നതിൽ താല്പര്യമില്ല. അതല്ല എങ്കിൽ BJPക്കെതിരെയാണല്ലോ ഇവരുടെ ഒരു എന്താണ് എതിർപ്പുള്ളത്. BJP വിരുദ്ധതയാണ് ഈ പാർട്ടികളെ എല്ലാം നയിക്കുന്നത്. പക്ഷേ അവിടെ ഈ പാർലമെന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഏത് വിഷയമാണ് ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം. അദാനി വിഷയം കോൺഗ്രസ് ഉന്നയിച്ച സമയത്ത് അത് മാത്രം ഉന്നയിച്ചാൽ പോരാ. ഉത്തർപ്രദേശിൽ ആ സമയത്ത് സംഭാൽ വിഷയമുണ്ട്, അത് ഉന്നയിക്കണമെന്ന് സമാജ്വാദി പാർട്ടി പറയുന്നു. ബംഗ്ലാദേശിലെ വിഷയം ഉന്നയിക്കണമെന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? ഓരോ പാർട്ടികൾക്കും അവരുടേതായ അജണ്ടയുണ്ട്, അത് നടപ്പാക്കുവാനുള്ള ശ്രമം. പിന്നെ കോൺഗ്രസിന്റെ ഒരു നയതന്ത്രം ഇക്കാര്യത്തിൽ രൂപപ്പെട്ടു വരുന്നില്ല എന്ന് പറയാം. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഉത്തരവാദിയായി വരുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. ശ്രീ മഞ്ജുഷ്, ഒരു മുന്നണി രാഷ്ട്രീയമാകുമ്പോൾ someone has to take the initiative. സ്വാഭാവികമായി അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പ്രധാന കക്ഷിയായ കോൺഗ്രസ് തന്നെയാവണം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് ആവശ്യമായി വരും. പലപ്പോഴും വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളുള്ള എക്സ്ട്രീം റൈറ്റ് ആൻഡ് എക്സ്ട്രീം ലെഫ്റ്റ് ആൻഡ് സെൻട്രിസ്റ്റ് ഫോഴ്സുകളുടെ ഒരു കൂമ്പാരമാണ് കോൺഗ്രസ് കൂമ്പാരമാണ് 28 പാർട്ടികളടങ്ങുന്ന ഇന്ത്യ മുന്നണി. അവിടെ ഫ്ലോർ മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. ഒരു ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഉഗ്രമായ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം ഇറങ്ങിപ്പോകുന്നു. രാഹുൽ ഗാന്ധിയെ അനുഗമിക്കാൻ സ്വന്തം പാർട്ടിയിലെ MP മാത്രമേ ഉള്ളൂ. മറ്റ് കക്ഷികളുടെ MP അത് കണ്ട ഭാവം നടിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ മൊത്തം നേതാവല്ല, കോൺഗ്രസ് എന്ന പ്രതിപക്ഷ കക്ഷിയുടെ മാത്രം നേതാവായി മാറുന്നു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിന് വേണ്ടത് എന്താണ്? ഓരോ പാർലമെൻറ്റ് സമ്മേളനവും തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫ്ലോർ മാനേജ്മെൻറ്റിന് വേണ്ടി അന്നത്തെ അജണ്ട, നമ്മൾ ഏത് വിഷയമാണ് എടുക്കേണ്ടത്, എല്ലാ കക്ഷികളോടും ചോദിച്ചതിന് ശേഷം ഒരു ധാരണയിലെത്തിയതിനു ശേഷം അതെനിക്ക് തോന്നുന്നു ഒരു തവണ എങ്കാണ്ട് കൂടിയിട്ടുള്ളൂ. അതിൽ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് വിട്ടു നിൽക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് തൃണമൂൽ കോൺഗ്രസ് ഒന്നിലും സഹകരിക്കാതെ മാറി നിൽക്കുകയുമാണ്. പക്ഷേ ശ്രീ യുവരാജ് ഗോകുൽ, ഈ പാർലമെന്റിൽ നിർണായകമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് ആ യോജിപ്പ് കാണുന്നുമുണ്ട്. ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ വിഷയത്തിൽ ബില്ല് അവതരിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ വോട്ടിംഗ് നടന്നപ്പോൾ ലോക്സഭയിൽ പ്രസന്റായിരുന്ന അംഗങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര കിട്ടുമോ ആ അംഗങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അല്ല മഞ്ജുഷ, ഇതിനകത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ചില വിഷയാടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ നിൽക്കും. പക്ഷേ ഇതൊരു നമ്മുടെ ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിന്, ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിനെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. എനിക്കൊരു അല്പസമയം തരണം ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മുന്നണി ആവശ്യം. പ്രതിപക്ഷത്തിരിക്കുവാൻ വേണ്ടിയിട്ടൊരു മുന്നണി ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഭരണത്തിലും പ്രതിപക്ഷത്തും ആദ്യമായിട്ട് മുന്നണി ഉണ്ടാക്കിയ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് കേരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചരിത്രം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഭരിക്കാൻ വേണ്ടിയിട്ട് മുന്നണി ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്ത് എന്തിനാണ് മുന്നണി ഉണ്ടാകുന്നത്? ഭരണകക്ഷിയോടൊപ്പം ചേരാൻ സാധിക്കില്ല. ഭരണകക്ഷിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, തങ്ങൾക്ക് അവിടെ വേണ്ട പരിഗണന ലഭിക്കില്ല എന്നോ അല്ലാന്നുണ്ടെങ്കിൽ തങ്ങളുടെ കോർ വോട്ടേഴ്സിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ കരുതുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ചെറുകിട കക്ഷികൾ ഈ പറയുന്ന ഭരണകക്ഷിയോടൊപ്പം ചേരാതിരിക്കുക. ആ മുന്നണി ഉണ്ടാകാൻ ആദ്യം ഉണ്ടാകേണ്ടത്, ആ മുന്നണിക്ക് ഏറ്റവും ശക്തമായ മുന്നണിയെ നയിക്കാൻ ഒരു പാർട്ടിയാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ആ പാർട്ടിക്ക് ഒരു മുഖം ഉണ്ടാകണം. ആ പാർട്ടിക്ക് ഒരു കൃത്യമായിട്ട് വിഷനുള്ള ഒരു ലീഡർ ഉണ്ടാകണം. ഇവിടെ INDI മുന്നണിയുടെ ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയ രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി 2014 മുതൽ 2024 വരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് പല വിഷയങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ 2014 അദ്ദേഹത്തിൻ്റെ അറ്റയർ നിങ്ങൾ നോക്കണം. അദ്ദേഹം ഒരു വൈറ്റ് കുർത്തയും ഒരു പൈജാമയും ഒരു കണ്ണാടിയൊക്കെ വെച്ച് അതിസുന്ദരനായ ഒരു രാഹുൽ ഗാന്ധിയാണ് ആ സമയത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഏത് ഇൻ്റർവ്യൂവിൽ എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നത് വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം മറുപടി പറയുന്നത്. വളരെ പരിഹാസ്യമായിട്ടുള്ള പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടതാണ്. ഒരു 2 വർഷങ്ങൾക്കപ്പുറം 2016 കഴിഞ്ഞ് 17 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഈ അറ്റയറൊക്കെ മാറി അദ്ദേഹം കുറേ രുദ്രാക്ഷമൊക്കെ വാരിയിട്ട് അദ്ദേഹം കുറേ കുറിയൊക്കെ അടിച്ച് അദ്ദേഹം പിന്നെ അങ്ങോട്ട് ടെമ്പിൾ റണ്ണ് തുടങ്ങുന്നുണ്ട്. കുറേ നാളത്തേക്ക് അദ്ദേഹത്തിന് അതായിരുന്നു പരിപാടി, ടെമ്പിൾ റണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ 2021 ആ ടൈം ആയപ്പോഴേക്കും അദ്ദേഹം പിന്നെ തൈര്, വെങ്കായം, ഉപ്പ് എന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞ് ഒരിടത്ത് പോകുന്നു, പിന്നെ കടലിൽ ചാടാൻ പോകുന്നു, അദ്ദേഹം പിന്നെ മറ്റെന്തൊക്കെയോ ചെയ്യുന്നു. അദ്ദേഹം കുറേ നാൾ അതിൻ്റെ പുറകിലായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ മാറി മറ്റൊന്നായി. 2022-23 ആയപ്പോഴേക്കും അദ്ദേഹം ജോഡോ യാത്ര എന്നും പറഞ്ഞിറങ്ങി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അറ്റയറും മാറി, ഒരു ജീൻസും ഒരു ടീഷർട്ടും ഒക്കെ ആയിട്ട് അദ്ദേഹം വീണ്ടും ഇറങ്ങുന്നു. അദ്ദേഹം വീണ്ടും അതുവഴി പോകുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയമൊക്കെ മാറി അദ്ദേഹം OBC SC ST എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ ജാതി ഏതാ, നിങ്ങളുടെ ജാതി ഏതാ എന്നൊക്കെ ചോദിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥ, പൊളിറ്റിക്സ് മാറുകയും ചെയ്തു. ആ പൊളിറ്റിക്സാണ് അദ്ദേഹത്തിന് 99 സീറ്റ് കൊടുത്തത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അത് തന്നെ അദ്ദേഹം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പയറ്റാൻ നോക്കി. അദ്ദേഹം പാടെ പരാജയപ്പെട്ടു നോക്കി. നിങ്ങളൊന്ന് നോക്കണം, 2014 മുതൽ 2024 വരെ എടുക്കുമ്പോൾ ഓരോ 2-3 വർഷം കൂടുമ്പോഴും അപ്പോഴുള്ള PR ഏജൻസി ഏതാണോ ആ PR ഏജൻസി പരാജയപ്പെട്ട് കഴിയുമ്പോൾ പുതിയൊരു PR ഏജൻസിക്ക് കരാർ കൊടുക്കുകയാണ്. അവരൊരു 10 വർഷത്തിനൊടുവിൽ നേട്ടമുണ്ടാക്കുകയും അല്ല ഞാൻ പറയട്ടെ, 10 വർഷം ഭരിച്ച ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് ഒരു പാർട്ടിക്ക് 99 സീറ്റ് കിട്ടിയത് നേട്ടമാണോ? ഇന്ത്യ സഖ്യത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് NDA മുന്നണിക്ക് വെല്ലുവിളി ഉയർത്താൻ തൊട്ടടുത്താണ് വീണത്. എവിടെ തൊട്ടടുത്ത് വീണു? BJP 241 നിൽക്കുന്ന ഇപ്പൊ 241 ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് കംഫർട്ടബിളി സാധാരണഗതിയിൽ ഇവിടെ പോസ്റ്റ് പോൾ അലയൻസുകളാണ് 2009 ഒഴിച്ച് അല്ലാത്തപ്പോഴെല്ലാം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. പ്രീ പോൾ അലയൻസ് തന്നെ 293 എന്ന് പറയുന്നത് കംഫർട്ടബിൾ സംഖ്യയിൽ തൊട്ടതിന് ശേഷം പിന്നെ എങ്ങനെയാണ് നമുക്കതിനെ ഓക്കെ ശരിയാണ് BJP ഉദ്ദേശം അല്ലെങ്കിൽ NDA ഉദ്ദേശിച്ച ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ സമ്മതിക്കുന്നു. അല്ല ഞാൻ പറയട്ടെ, 2014 തൊട്ട് 24 വരെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വേരിയേഷനുകൾ. അപ്പോൾ അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടോ? അദ്ദേഹത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇന്ന് പറയുന്നതാണോ അദ്ദേഹം നാളെ പറയുന്നത്? അല്ല, അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് അദ്ദേഹം ആ പറയുന്ന അറ്റയറുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ PR അപ്പം നമുക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധിയുടെ PR ഏജൻസി മാറി. കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ അറ്റയർ മാറി, അദ്ദേഹം പറയുന്ന ടോപ്പിക്ക് മാറി. 10 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ ടോപ്പിക്ക് അദ്ദേഹം ഇന്ന് പറയുന്നേ ഇല്ലെന്നേ. അദ്ദേഹം 2016-17 പറഞ്ഞുകൊണ്ടിരുന്ന ടെമ്പിൾ റൺ അദ്ദേഹത്തിന് ഇന്ന് അജണ്ടയിലില്ലെന്നേ. ഇതെന്താ? അന്നത്തെ PR ഏജൻസി പറഞ്ഞ അതാണ്, ഇന്നത്തെ PR ഏജൻസി പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരു ലീഡറായിട്ട് സീസൺഡ് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള മമതാ ബാനർജിയോ ലാലു പ്രസാദ് യാദവോ അല്ലെങ്കിൽ അഖിലേഷ് യാദവോ ഇവരെ പോലെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഈ പറയുന്ന കളിക്ക് നിന്ന് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഈ പറയുന്ന ആളെ 2 വർഷം കഴിയുമ്പോൾ വേറെ ഒന്നായിരിക്കും പറയാൻ. അതിനകത്ത് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പൊതുജനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രം ഭരിക്കുവാൻ വേണ്ടിയിട്ട് ഏബിളായിട്ടുള്ള കൃത്യമായിട്ട് വിഷണമുള്ള ഒരു ലീഡറിനെയാണ് അവർക്ക് ആവശ്യം. അങ്ങനൊരു ലീഡർ INDI മുന്നണിയുടെ തലപ്പത്തില്ല എന്നുള്ള ബോധ്യം പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഇങ്ങനെ മാത്രമേ പോവുകയുള്ളൂ. ഈ മുന്നണി അടിച്ചു തകരുമെന്ന് ഞങ്ങൾ വളരെ മുമ്പേ തുടക്കകാലം ശ്രീകുമാർ, രാഹുൽ ഗാന്ധിയുടെ വേഷഭൂഷാദികൾ വരെ മാറുന്നതും അദ്ദേഹത്തിന്റെ PR ഏജൻസി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുമൊക്കെ ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചാൽ മതി, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് രാഹുലിന്റെ ഈ രീതിയിൽ താല്പര്യമില്ല. രാഹുലുമായിട്ട് മുന്നോട്ട് പോയാൽ എന്താകും സ്ഥിതി എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ മുൻകൂട്ടി തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കുന്നു എന്നാണ് ശ്രീ യുവരാജ് ഗോകുൽ പറയുന്നത്. താങ്കളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? നോക്കൂ മഞ്ജുഷേ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലത്തെ പ്രശസ്തമായ 2 രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികളെ കുറിച്ചാണ്. പ്രധാനമന്ത്രി മുതൽ ഇപ്പോൾ നമ്മളുടെ സുഹൃത്ത് യുവരാജ് വരെ രാഹുൽ ഗാന്ധിയാണ് കുറ്റം പറയുന്നത്. ഒരാളെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളെ കുറിച്ച് സംസാരിച്ച് അദ്ദേഹം ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യനെ വല്ലാതെ ഭയക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി നിലപാടുകളിൽ മാറ്റം വരുത്തുന്നില്ലെന്നാണ് BJP പ്രതിനിധി പറയുന്നത്. നരേന്ദ്രമോദി നിലപാടിൽ മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹം പത്രലേഖകരെ എപ്പോഴെങ്കിലും കാണണ്ടേ? രാഹുൽ ഗാന്ധി ആസേത് ഹിമാചലിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പത്രലേഖകർ അദ്ദേഹത്തെ സമീപിക്കും. ഓരോ രാഷ്ട്രീയത്തിൽ സാഹചര്യവും സന്ദർഭവും പ്രധാനമാണ്. വർത്തമാനകാല രാഷ്ട്രീയത്തിലെ സംസാരിക്കുമ്പോൾ ഭൂതകാലത്തിൽ അഭിരമിക്കുകയല്ല ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ട് നമ്മുടെ നിലപാടുകൾ ചിലപ്പോൾ മാറും. രാഷ്ട്രീയത്തിലെ നിലപാടുകൾ മാറും. യുവരാജന്റെ സുഹൃത്ത് സഞ്ജീവ് വാര്യരുടെ നിലപാട് എങ്ങനെയാ മാറിയത്? വെറുതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും, പ്രധാനമന്ത്രി അഭിപ്രായം പറയില്ല. ആ വ്യത്യാസം അത്രയേ ഉള്ളൂ. പിന്നെ രാഹുൽ ഗാന്ധി എന്ത് വേഷം ധരിക്കണം, അദ്ദേഹം കുർത്തയിടണോ ജുബ്ബയിടണോ മറ്റേ ടീഷർട്ട് ധരിക്കണമെന്നൊക്കെ ഇവരെന്തിനാ തീരുമാനിക്കുന്നത്? ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ കന്യാകുമാരിയില് ഇവരുടെ ആക്ഷേപം എന്തായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടിന് ഒരെണ്ണത്തിന് എത്ര 40 ലക്ഷമോ 40,000? എന്താണിത്?
എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ നിലപാട് അയോധ്യയിൽ ഇവർ വ്യക്തമാക്കിയതല്ലേ? എന്നിട്ട് അയോധ്യയിലെ ഫൈസാബാദ് എന്ന ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന അയോധ്യ, ഫൈസാബാദിൽ ജയിച്ചതാരാ? സമാജ്വാദി പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയിൽ മത്സരിച്ച നേതാവ്. അപ്പൊ ആ നിലപാടുകൾക്കൊക്കെ ജനം എന്ത് വിലയാ കൽപ്പിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വില കൽപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ബീഹാറിലെയും അതുപോലെ തന്നെ നമ്മളുടെ ആന്ധ്രയിലെയും രണ്ട് നേതാക്കളുടെ കാരുണ്യത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് ഇരിക്കേണ്ട ഗതികേട് വന്നത്. ആ രണ്ട് നേതാക്കള് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താ? എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി കൺവീനർ സ്ഥാനം രാജിവെച്ചത്? തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ, അത് ശരിയാണ്. ബി ജെ പിയെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാവുന്ന ഒരു സമയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ആ ഇൻട്രോയിൽ പറഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ ഐക്യം അനിവാര്യമായ ഒരു സമയമാണിത്. ആ സമയത്താണ് വിഘടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത് ഭാരതം എന്ന് ബി ജെ പിയുടെ സ്വപ്നം. അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് മുക്ത് ഇന്ത്യ മുന്നണി എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യ പാർട്ടികൾ പറയുന്നത്. അത് പരസ്യമായിട്ട് തന്നെ ആ നിലപാട് പറയുകയാണ്. അതിലേറ്റവും ഒടുവിൽ ആരാണ്? ഇന്ന് ഉദ്ധവ് താക്കറെ സവർക്കറുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയോട് ഇനി കാര്യം മിണ്ടരുത് എന്നാണ്. അങ്ങനെ ഒരു വിമർശനം സവർക്കർക്കെതിരെ വേണ്ട എന്നാണ്. ഇന്നലെ നാഷണൽ കോൺഫറൻസ് പറഞ്ഞത് എന്താണ്? ഈ EVM പറഞ്ഞുകൊണ്ട് ഇനി വരരുത് എന്നാണ്. അപ്പോൾ ഓരോ നിലപാടിലും കോൺഗ്രസിനെ വിമർശിക്കുകയാണ് സഖ്യ പാർട്ടികൾ. പിന്നെ എന്ത് ഐക്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? താങ്കൾ പറയുന്നത് പോലെ ഈ NDA മുന്നണിയിലുള്ള പാർട്ടികളെ മറുകണ്ഠം ചാടിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തേണ്ടത്. അത് ഈ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പറയുന്നുണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ അത്ഭുതമൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, തല്ലിപ്പിരിയുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. അല്ല, അതായത് ഈ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടപ്പോഴേ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എതിരായിട്ടുള്ള ഒരു മുന്നണിയാണിത്, ഒരു സഖ്യമാണ്, ഇതൊരു നീക്കുപോക്കാണ് പാർട്ടികൾ തമ്മിൽ. സംസ്ഥാനങ്ങളിലെ ഈ നിലപാട് നമുക്കില്ല. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നത്. ഇപ്പൊ നോക്കൂ, ആപ്പ് BJPക്ക് എതിരല്ലേ? പക്ഷെ ആപ്പ് ഡൽഹിയിൽ കോൺഗ്രസിനെ കൂട്ടുന്നില്ലല്ലോ മത്സരിക്കാനായി. സംസ്ഥാനങ്ങളിലെ നിലപാടല്ല പറഞ്ഞത്. സംസ്ഥാനങ്ങളിൽ ആ നിലപാടേ വരികയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് മാത്രമല്ല, കോൺഗ്രസിന് ശക്തിയുള്ള ഇടത്ത് സഖ്യ പാർട്ടികളെ പരിഗണിക്കുന്നു പോലുമില്ല കോൺഗ്രസ്. പക്ഷെ അങ്ങനെയല്ല, പാർലമെന്റിൽ സംയുക്തമായിട്ട് പോരാടാമല്ലോ. അതിനെന്ത് തടസ്സമാണ് ഉണ്ടാകുന്നത്? അവിടെയും സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്. സ്വന്തം നിലപാട് നോക്കി മാത്രമേ പാർട്ടികൾ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, മറ്റു പാർട്ടികൾക്ക് അവരുടെ നിലപാട്. അതല്ലാതെ ഇന്ത്യ പാർട്ടികൾ സംയുക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു എന്നൊന്നും പറയുന്നതിൽ ഇപ്പോൾ അർത്ഥം കാണുന്നില്ല എന്നേ ഉള്ളൂ. നോക്കൂ, ലോക്സഭയിലെ വിഷയാധിഷ്ഠിതമാണ് ഈ ഇന്ത്യ മുന്നണിയുടെ നീക്കം. ഓരോ വിഷയത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില വിഷയങ്ങളിൽ BJP പിന്നാക്കം പോയത്? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണ്? ചില വിഷയങ്ങളിൽ, ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയല്ല, BJP മുന്നണിയിലെ കക്ഷികൾക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ അതുകൊണ്ട് BJP മുന്നണി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലത്ത് BJP എന്താ പറഞ്ഞത്? ഭരണഘടന തന്നെ മാറ്റുന്നല്ലേ പറഞ്ഞത്. എന്താ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ തുമ്മിയാ തെറിക്കും, അത്ര ഉള്ളി BJP മുന്നണി പറയുന്നത്. പിന്നെ ഒരു കാര്യം യുവരാജ് പറഞ്ഞത് ശരിയാണ്. കാരണം അധികാരത്തിൽ എത്താൻ വേണ്ടിയാണ് സഖ്യം ഉണ്ടാവുക. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നരസിംഹറാവു എങ്ങനെയാ ഭരിച്ചത് മഞ്ജുഷ? നമ്മൾ അത് മാത്രം എടുത്താൽ മതി. ന്യൂനപക്ഷ ഗവൺമെന്റായ നരസിംഹറാവു അധികാരത്തിലെത്തിയ ശേഷം 5 വർഷം തികച്ചല്ലോ. കാരണം ഭരണത്തിൽ ഏറിയാൽ നിലപാടുകളൊക്കെ വലിയ വ്യത്യാസം വരും. കാരണം ഭരണത്തിൽ ഏറിയാല് ആ ഭരണത്തോടാണ് താല്പര്യം കക്ഷികൾക്ക്. ഇപ്പൊ നമ്മുടെ CPM തന്നെ എടുക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണല്ലോ. അവര് പറയുന്നത് അവരാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ഇടതുപക്ഷ ചിന്താഗതിയുള്ള BJP വിരുദ്ധരെന്ന് അവരാ പറയുന്നത്. അതിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPയുടെ D രാജ, അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ഞങ്ങളെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒന്ന്, CPM എന്താണ്? CPMന്റെ നിലപാട് എന്താണ്? ദേശീയ തലത്തിൽ CPMന്റെ നിലപാടാണോ കേരളത്തിലെ CPMന്റെ നിലപാട്? കാരണം കേരളത്തിലെ CPMന്റെ ഭരണമുള്ളൂ. അപ്പൊ ഭരണകക്ഷി ഇപ്പൊ നാളെ കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നൊന്ന് ഈ 2 കക്ഷികളുടെ, ആന്ധ്രയിലെയും ബീഹാറിലെയും 2 നേതാക്കളുടെ കൃപ കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയെന്ന് വെക്കുക, പിന്നെ BJP മുന്നണിയുടെ കഥ കഴിഞ്ഞു. കാരണം അവിടെ ഭരണത്തിലേറിയാൽ സംഗതി മാറും. എല്ലാവരും കൂടെ അത് ശരിയാണ്. പക്ഷേ ആ ഫ്ലോർ മാനേജ്മെന്റ് ഇപ്പോൾ ശരിയായ രീതിയിലല്ല പോകുന്നത്. അതിനൊരു നയതന്ത്രമുണ്ട്, സഖ്യ പാർട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ആ നയതന്ത്രം പാളുന്നത് രാഹുൽ ഗാന്ധി അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണെന്നാണ് ആ ഒരു സംശയം ബലപ്പെടുകയാണ്. കാരണം
എന്തായാലും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അത് ഭരണത്തിലെത്താനാണ് മുന്നണി എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു ഐക്യം വേണ്ട സമയമാണ് പാർലമെന്റിൽ. അതുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ നയതന്ത്ര പരാജയം തന്നെയാണ്. സഖ്യ പാർട്ടികളെ എങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോകണം എന്നതിലുള്ള ആ പരാജയം തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ കോൺഗ്രസ് മതി, ഞങ്ങൾ മേൽക്കൈയോടുകൂടി തന്നെ ഇരിക്കും എന്നുള്ളതാണ്. അത് പാർലമെന്റിലെ ഇരിപ്പിടത്തിൽ തന്നെ, ലോക്സഭയിലെ ഇരിപ്പിടത്തിൽ തന്നെ അത് വ്യക്തമാണല്ലോ. കോൺഗ്രസ് എംപിമാർക്ക് ഞെളിഞ്ഞിരിക്കുവാനുള്ള ഒരിടമായിട്ട് പ്രതിപക്ഷ ബെഞ്ചുകളെ കണക്കാക്കി. തുടക്കത്തിൽ തന്നെ ആ കല്ലുകടി ഉണ്ടായിരുന്നു. അവിടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി താങ്ക് യു കോൺഗ്രസ് എന്ന്. അതൊരു പരിഹാസ രൂപേണയുള്ള മറുപടിയായിരുന്നു. ശ്രീ സിബി സത്യൻ, ഇവിടെ കോൺഗ്രസ് ആണോ ഉത്തരവാദി അതോ സഖ്യ പാർട്ടികളാണോ ഉത്തരവാദി ഇന്ത്യ മുന്നണിയുടെ ഇങ്ങനെയുള്ള ഈ പോക്കിൽ? പാർലമെന്റിൽ ഏത് വിഷയത്തിലാണ് BJP യെ പ്രതിരോധത്തിലാക്കുവാൻ, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ ഈ മുന്നണിക്ക് കഴിഞ്ഞത്? മഞ്ജുഷയെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കഴിഞ്ഞ 2 തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ BJPയുടെ ഒരു വേട്ടയാടൽ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ കാലമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 2 മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒന്ന് ഹേമന്ത് സോറനും, ഒന്ന് അതിന് പിന്നാലെ നമ്മളുടെ കേജ്രിവാളും. ഈ 2 അറസ്റ്റുകൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ വലിയൊരു ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ പോലും, തങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയിലെ മുഖ്യമന്ത്രിയെ പോലും നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ BJP സർക്കാർ ധൈര്യം കാണിക്കുന്നു. ED, CBI തുടങ്ങിയ എല്ലാ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളെയും അതിനായിട്ട് ഉപയോഗിക്കുന്നു തുടങ്ങിയ ഒരു അവസ്ഥ അത്ര സുഖകരമല്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനിടയിൽ സൃഷ്ടിച്ചത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും നാൾ മുമ്പ് വരെ പോലും ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി ശക്തമായൊരു നിലയിലായിരുന്നില്ല. മമതാ ബാനർജി വിട്ടുനിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റു പലരും പിണങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നണി നേരിട്ടുകൊണ്ടിരുന്നു. പക്ഷേ കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷമാണ് ഈവൻ ആം ആദ്മി പാർട്ടിയും തൃണമൂലും പോലെയുള്ള പാർട്ടികൾ മുന്നോട്ട് വന്നിട്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഒന്നിച്ചു നിന്നതും. കേജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും അറസ്റ്റുകൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ ആവശ്യകതയെ അതിശക്തമായി മുന്നോട്ട് നിർത്തിയതും. കാരണം അത് ഒരു കാവ്യ രീതി കൂടിയാണ്. കാരണം ഒരു കാലത്തും ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഈ ബ്രൂട്ടൽ മെജോറിറ്റി എന്ന് പറയുന്ന സാധനം. ഇപ്പം BJPക്ക് 2 തവണ ലഭിച്ച ബ്രൂട്ടൽ മെജോറിറ്റി, അതായത് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് നിയമങ്ങൾ മാറ്റാൻ പറ്റും, ഒറ്റയ്ക്ക് ഭരണഘടന മാറ്റി എഴുതാൻ പറ്റും തുടങ്ങിയ നിരവധി തലങ്ങളിലേക്ക് വലിയ അധികാരം നൽകുന്ന ആ ബ്രൂട്ടൽ മെജോറിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ തച്ചുടച്ച് കളയാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് അറുതി വരുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായിട്ട് ചേർന്നത്. നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഇവരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു തത്വശാസ്ത്രവുമില്ല. ഇവരെ ഒരുമിപ്പിച്ചു നിർത്തുന്ന പ്രത്യേകിച്ച് മറ്റ് ഘടകങ്ങളൊന്നുമില്ല. ഇവരെയെല്ലാം ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം BJP ഒരു ഏകാധിപത്യ അല്ലെങ്കിൽ ഒരു ശിലാത്മകമായ ഒരു ഘടന മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഒരു ഘടന മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനെ ചെറുക്കുക, അതിനെ ചെറുത്താൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ആ സർവൈവലിന്റെ സത്യൻ. ഇപ്പോൾ ഈ പുറമേയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, പക്ഷേ അതൊരു വിഷയാധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ആ BJP വിരുദ്ധത പ്രതിഫലിപ്പിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ നിലപാട് തന്നെയാണ് ഇപ്പോഴും എന്ന് തുറന്നു കാട്ടേണ്ട ഒരു അവസരം വന്നാൽ ഈ 28 പാർട്ടികളും ഒന്നിച്ചു നിൽക്കുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അതോ അവിടെ തന്നെയാണ് മഞ്ജുഷ്. കാരണം നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മറ്റൊരു ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് എതിർത്തിരിക്കുന്നത് ഏതാണ്ട്. അപ്പോൾ അതായത് നയപരമായ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നയപരമായിട്ട് ഈ ജനാധിപത്യത്തെ അൺസെറ്റിൽ ചെയ്യും എന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടാവുന്നുണ്ട്. കാരണം എഗെയിൻ ഞാൻ പറയുന്നത് അത് സർവൈവലിന്റെ ഇഷ്യൂ ആണ്. അല്ലാതെ അത് അവരൊരു പൊതു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് ഒരേ തത്വശാസ്ത്രം ഷെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു സഖ്യമല്ല ഇത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെസ്റ്റ് ബംഗാൾ എടുത്ത് നോക്കുക. വെസ്റ്റ് ബംഗാളില് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എതിർ പാർട്ടികളാണ്. കേരളം എടുത്തു നോക്കുക, കേരളത്തിൽ CPM-ഉം കോൺഗ്രസും എതിർ പാർട്ടികളാണ്. അപ്പൊ നമ്മുടെ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം ഒഴികെ ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും ശരിയായ നിരീക്ഷണമാണല്ലോ. കാരണം ഒരു കോമൺ കോസ് വരുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കും. അത് ഞാൻ ആദ്യം യുവരാജിനോട് ചോദിച്ചതും അതായിരുന്നു. ഇന്ന് അത് കണ്ടതാണ്.
ലോക്സഭയിൽ അത് കണ്ടതാണ്. വോട്ടിംഗ് നടന്നപ്പോൾ പ്രസിഡന്റായിരുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് വന്നത്, അല്ലേ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ തന്നെയാണ് അവർ രംഗത്തെത്തിയത്. അത് തന്നെയാണല്ലോ കോൺഗ്രസ് എംപിമാരും. ശശി തരൂർ അത് എടുത്തു പറയുകയും ചെയ്തു. 3/2 ഭൂരിപക്ഷം ഈ ബില്ല് വോട്ടിനിടുന്ന സമയത്ത് കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ BJPക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം, ഇല്ലേ? JPCക്ക് വിടുന്ന കാര്യത്തിലേക്ക് പോവുകയാണല്ലോ. അതുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പുറമെ പറയും. അതെ അതെ, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറമേ പറയുമെന്ന് മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ നേരത്തെ മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ ഇവരെ പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടായിട്ടോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നടക്കുന്നില്ല എന്നുള്ള സംഗതി നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിനെതിരെ അവർ തരം കിട്ടുമ്പോഴൊക്കെ വിമർശനവുമായിട്ട് രംഗത്ത് വരുമെന്ന കാര്യത്തിലും സംശയം. അതെ അതെ, ശരി, ശ്രീ മോഹൻ വർഗീസ്. എവിടെയെല്ലാം ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുന്നോ അവിടെയെല്ലാം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഒരുമിച്ച് നിൽക്കുന്നതിന് തടസ്സമില്ല. ഈ റീജിയണൽ പാർട്ടീസ് ആണല്ലോ ഇന്ത്യ മുന്നണിയുടെ ബലമെന്ന് പറയുന്നത്. ദുർബലമായ ഒരു ദേശീയ പാർട്ടിയും അത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ കുറച്ച് റിവൈവലിൻ്റെ പാതയിലാണ് എന്ന് പറയപ്പെടുന്നു. എങ്കിൽ പോലും പൊതുവെ BJPയോടൊപ്പം തന്നെ ഒരു ശക്തിയുള്ള പാർട്ടിയല്ല ഇപ്പോഴത്തെ നിലയിൽ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പാൻ ഇന്ത്യ പാർട്ടി ആണെങ്കിൽ പോലും എല്ലായിടത്തും BJPക്ക് ബദലായി നിൽക്കാൻ തക്ക ഒരു ശക്തി ഇപ്പോൾ ഇല്ല. അപ്പോൾ ദുർബലമായ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ്, സാമാന്യം ശക്തിയുള്ള BJPയെ നേരിട്ട് എതിർക്കാൻ വരെ ശക്തിയുള്ള ശക്തരായ പ്രാദേശിക കക്ഷികൾ, അതാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ഫങ്ഷണൽ ഡൈനമിക്സ്. ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഫെഡറൽ വാദം ഉയർത്തിക്കൊണ്ടാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഈ പ്രപ്പോസലിനെ എതിർക്കുന്നത്. അതിൽ കുറേയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ സാങ്കത്യമുണ്ട് താനും. കാരണം ഈ ഫണ്ടുകൾ വരേണ്ടത് പ്രധാനമായും പ്രധാനപ്പെട്ട കക്ഷി കോർപ്പറേറ്റ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് BJPക്ക് ഒരു വലിയ മേൽക്കൈ ഉണ്ടാകും. രാജ്യവ്യാപകമായി ഫണ്ട് മൊബിലൈസേഷൻ വേണ്ടി വരുമ്പോൾ മുഖ്യകക്ഷി ദേശീയ വിഷയത്തിൻ്റെ ചിറകിലേറി ഫണ്ട് മൊബിലൈസേഷൻ്റെ സഹായത്തോടു കൂടി മെച്ചപ്പെട്ട ഫലമുണ്ടാക്കും. ഒരു നാഷണൽ നറേറ്റീവ് തന്നെ, അജണ്ട സെറ്റ് ചെയ്യുന്നത് തന്നെ ദേശീയ വിഷയങ്ങളിലായി പോകുമ്പോൾ സംസ്ഥാന വിഷയങ്ങൾ, സംസ്ഥാന താല്പര്യങ്ങൾ, സംസ്ഥാന കക്ഷികളുടെ താല്പര്യ മേഖലകൾ പിന്തള്ളപ്പെട്ടു പോകും എന്ന ഒരു ന്യായമായ സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ആ ഒരു കോസിനെ എതിർക്കുന്നു. അതായത് വൺ നേഷൻ വൺ ഇലക്ഷനെ എതിർക്കാൻ കോൺഗ്രസുമായി ചേർന്ന് കൈകോർക്കുന്നു. പക്ഷേ അതേസമയത്ത് വെളിയിൽ മറ്റു നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഉദ്ധവ് താക്കറെ ദേവേന്ദ്ര ഫഡ്നവിസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം. മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒറിജിനലി മുഖ്യമന്ത്രി പദം കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു കാലത്തും കോൺഗ്രസുമായി സഹകരിക്കാൻ പറ്റുന്നൊരു പാർട്ടിയല്ല. അത് മാത്രമല്ല, ഐഡിയോളജി നോക്കൂ. ശിവസേനയുടെ ഐഡിയോളജി എങ്ങനെ, കോൺഗ്രസിൻ്റെ ഐഡിയോളജി എവിടെ നിൽക്കുന്നു? ഒരു രീതിയിലും ഐഡിയോളജിക്കൽ പാരിറ്റി ഇല്ലാത്ത രണ്ട് കക്ഷികൾ പവർ ഷെയറിങ്ങിന് വേണ്ടി മാത്രം അധികാരം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ മാത്രം ഒന്നിക്കുമ്പോൾ അത് ആദ്യം ലഭിക്കുകയും ചെയ്തു. ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചത് അങ്ങനെയൊരു പിളർപ്പുണ്ടായതുകൊണ്ടും ശിവസേന കോൺഗ്രസുമായി സഹകരിക്കാൻ, NCP ശരത് പവാർ വിഭാഗവുമായി സഹകരിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, കോൺഗ്രസ് ഈസ് റെഫ്യൂസിങ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദി ചേഞ്ചിങ് എൻവയൺമെൻറ്റ്. അതേസമയം BJP and നരേന്ദ്രമോദി ആർ വില്ലിംഗ് ടു ചേഞ്ച്. ഇവിടാണ് മർമ്മം. RSSൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലുണ്ടായപ്പോൾ RSSനെ വേണ്ട എന്ന ഒരു ചിന്ത മാറ്റി RSSനെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് RSSുമായി വളരെ ചേർന്നുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വിജയം കൊണ്ടുവന്നത്. അതൊരു ചേഞ്ചാണ്. ഒരു ഘട്ടത്തിൽ സാമാന്യം സ്വതന്ത്രമായി തന്നെ BJP അസ്തിത്വം നിലനിർത്താം എന്ന ഒരു ചിന്തയിൽ നിന്നും പെട്ടെന്ന് പിന്നാക്കം പോയി, അല്ലെങ്കിൽ മാറി ചിന്തിച്ചു. അതൊന്ന്. രണ്ട്, നരേന്ദ്രമോദിയെ തന്നെ പൊസിഷൻ ചെയ്തത് വിശ്വഗുരുവായിട്ടാണ്. അതാണ് മോദി 2.0. ഇപ്പോൾ കുറച്ചുകൂടി വിശ്വഗുരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വിശ്വാമിത്ര സ്റ്റേറ്റസ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഘടകകക്ഷികളെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ അധ്യക്ഷനല്ല, മറിച്ച് NDAയുടെ ചെയർമാൻ, NDAയുടെ നേതാവ് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പോൾ JDUവിൻ്റെയോ അല്ലെങ്കിൽ TDPയുടെയോ അവരുടെ പിന്തുണ പോയി കഴിഞ്ഞാൽ ഇല്ലാതാവുന്ന. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ശ്രീ മഞ്ജുഷ് മാറാൻ തയ്യാറായി. ഇതാണ് BJPയുടെ വിജയകാന്ത. അല്ലെങ്കിൽ മാറാൻ തയ്യാറായില്ലെങ്കിലോ, BJPക്ക് കഴിഞ്ഞ തവണ 303 സീറ്റുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ. അതുകൊണ്ട് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവമുണ്ടായിരുന്നു. മാറിയ സാഹചര്യങ്ങൾ 242 സീറ്റിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ
മാറിയ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായ മെയ്വഴക്കം കാട്ടുന്നു. അതിനുള്ള തന്ത്രജ്ഞന്മാരുണ്ട്. അഹമ്മദ് പട്ടേലിന് ശേഷം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന് നല്ലൊരു തന്ത്രജ്ഞന്റെ അഭാവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പിടിവാശി കാണിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി, ശരി, അതങ്ങനെയാണല്ലോ, കാരണം ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇവിടെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലും കോൺഗ്രസ് തന്നെ വേണമെന്നുള്ള പിടിവാശി കോൺഗ്രസിൽ നിന്നാണ്. കാരണം മമതയാവട്ടെ എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം വന്ന സമയത്ത് അല്ലേ, തൃണമൂൽ ആദ്യം പറയുന്നു, അതിനുശേഷം മമതയ്ക്ക് പിന്തുണയേറുന്നു, NCP പറയുന്നു, SP പറയുന്നു, ഉദ്ധവ് താക്കറെ പറയുന്നു, ലാലു പറയുന്നു. ഇതെല്ലാം വന്ന സമയത്ത് കോൺഗ്രസിൽ നിന്ന് തമാശ രൂപേണയാണ് ആ പ്രതികരണം വന്നത്. കീർത്തി ആസാദ് പറഞ്ഞ സമയത്ത് കോൺഗ്രസിൻ്റെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ഒരു തമാശ എന്ന രീതിയിലാണ്. അപ്പോൾ വാശി കാട്ടുന്നത് കോൺഗ്രസ് ആണ്. ശ്രീ മഞ്ജുഷ്, ഒരിക്കലും ചരിത്രത്തിൽ ഒരു കാലത്തും നമ്മൾ ചന്ദ്രശേഖർ എന്ന ചെറിയ പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രി പദത്തിൽ കണ്ടു, ദേവഗൌഡ എന്ന ചെറിയ പാർട്ടിയുടെ നേതാവിനെ കണ്ടു, IK ഗുജറാൾ എന്ന ചെറിയ പാർട്ടിയുടെ നേതാവിനെ കണ്ടു, അല്ലേ? ചെറിയ പാർട്ടികൾ എപ്പോഴെല്ലാം ചരൺ സിംഗ് എന്ന ചെറിയ പാർട്ടിയുടെ നേതാവിനെ, ലോക്ദളിന്റെ നേതാവിനെ പ്രധാനമന്ത്രി പദത്തിൽ കണ്ടു. ഇവർക്കാർക്കും തന്നെ 1.5 വർഷത്തിൽ കൂടുതൽ അധികാരത്തിലിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴെല്ലാം വലിയ കക്ഷിയുടെ കോൺഗ്രസിൻ്റെ നേതൃത്വം, BJPയുടെ നേതാവ് പ്രധാനമന്ത്രിയായോ, അപ്പോൾ വാജ്പേയിയുടെ 2 സർക്കാരുകൾ ഒഴിച്ചാൽ മറ്റെല്ലാ പ്രാവശ്യവും അധികാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് വിസ്മരിക്കരുത്. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു കൊയലീഷൻ ഉള്ളപ്പോൾ അവിടെ ഒരു പാൻ ഇന്ത്യ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് സ്വാഭാവികമായി പ്രധാനമന്ത്രി പദത്തിൽ വരേണ്ടതും കൺവീനർ പദത്തിൽ വരേണ്ടതുമൊക്കെ. ഇനി വേണമെങ്കിൽ കൺവീനറായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ മമതാ ബാനർജിയെ കൺവീനറാക്കാം. പക്ഷേ നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ ഭാഗമല്ല അന്നും ഇന്നും മമതാ ബാനർജി. വേറിട്ട് മത്സരിച്ചു ബംഗാളിൽ, അത് വിജയമായിരുന്നു. എന്തുകൊണ്ടാണ്? മമതാ ബാനർജിക്കെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി 2-3 ചിതറി ഇടതുപക്ഷം, കോൺഗ്രസ്, BJP അങ്ങനെ ചിതറും എന്ന മുൻകൂർ അറിവ്. ഇതാണ് രാഷ്ട്രീയ പരിജ്ഞാനം. കോൺഗ്രസുമായി ബാന്ധവമുണ്ടെങ്കിൽ, ഇടതുപക്ഷവുമായി ബാന്ധവമുണ്ടെങ്കിൽ ആ ഭരണവിരുദ്ധത 4 ചിതറില്ല. ആ പ്രയോജനം എടുത്തുകൊണ്ടാണ് മമതാ ബാനർജി സഖ്യത്തിനൊപ്പമായിരുന്നില്ല മമതാ ബാനർജി, അവകാശവാദം ഉന്നയിക്കുന്നു എന്നേ ഉള്ളൂ. ശ്രീ യുവരാജ് ഗോകുൽ, പക്ഷേ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേരും പറയുന്ന ഒരു പൊതുവായൊരു അഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നത്, എന്തെങ്കിലും വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളുണ്ടെങ്കിൽ BJPക്കെതിരെ നിലപാടെടുക്കണമെങ്കിൽ അതിൽ ഒരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ തീരുമാനത്തിലുണ്ടാകുമെന്നാണ്. ഇതിനകം തെളിയിച്ചിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ, അതിലൊരു മാറ്റവും കടുകിട വന്നിട്ടില്ല. മഞ്ജുഷ, ഇപ്പോൾ BJPക്കെതിരായിട്ടൊരു നിലപാടെടുക്കുന്നതിനകത്ത് ഇവർ ഒന്നിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഇന്ത്യയിൽ ഈ പറയുന്ന മമതാ ബാനർജി ആവട്ടെ, അല്ലെങ്കിൽ അഖിലേഷ് ആവട്ടെ, ലാലു ആവട്ടെ, ആരുമായിക്കൊണ്ട് പോട്ടെ, അവർക്ക് BJPക്കെതിരായിട്ടൊരു നിലപാടെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വരും. അതിനകത്ത് അവർക്ക് മുന്നിൽ കോൺഗ്രസിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക പാർലമെൻറ്റിനകത്ത്, ഇവരാരും ഈ പറയുന്ന നിലപാടെടുക്കില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അവർ തീർച്ചയായിട്ടും അവർക്ക് എടുക്കേണ്ട നിലപാട് എന്താണോ അത് അവരത് എടുത്ത് തന്നെ പോകും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അവരെല്ലാവരും വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടെടുക്കണം, എന്ത് നിലപാടെടുക്കേണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിന് കോൺഗ്രസ് ഉണ്ടാവുമോ കോൺഗ്രസ് ഉണ്ടാകില്ലയോ എന്നുള്ളതല്ല, പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ ഈ പറയുന്ന പാർട്ടികൾ ടേക്കപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടോ തയ്യാറാകുന്നില്ലയോ എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദാനി എന്ന് പറയുന്ന ഒരു വിഷയം ഡീപ് സ്റ്റേറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ വിഷയവും പൊക്കി പിടിച്ചുകൊണ്ട് കോൺഗ്രസ് വന്നു. എന്നിട്ട് എന്തായി? ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ ആരെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സവർക്കറുടെ വിഷയം കോൺഗ്രസ് എടുത്ത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ അകത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അവർക്കെതിരായിട്ട് സംസാരിക്കുന്നത്. അല്ല, അതാണ് പറയുന്നത്. അപ്പോൾ BJPക്കെതിരായിട്ടുള്ള വിഷയങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള BJPക്കെതിരായ വിഷയങ്ങളിൽ അവർ അവരുടേതായ താല്പര്യം നിലനിർത്തിക്കൊണ്ട് വരുന്നു. അതിന് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യമില്ല, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അവർക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മളെ നയിക്കുന്ന ഈ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കും ആ പ്രധാനപ്പെട്ട നേതാവിനും വ്യക്തമായിട്ടൊരു നിലപാടും ഒരു സ്റ്റാൻഡും ഉണ്ടെന്നും അവർ BJPയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാപ്തരാണെന്നും ഇവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവർ കോൺഗ്രസിന് ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക്. അല്ല, BJPക്കെതിരായിട്ട് അവരുണ്ടോന്നല്ല, BJPക്കെതിരായിട്ട് അവരുണ്ട്, പക്ഷേ കോൺഗ്രസിനൊപ്പം അവരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിനൊപ്പം അവരില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞു രാഹുൽ ഗാന്ധി വേഷം ധരിക്കുന്നതിനെ ഞാൻ വിമർശിച്ചു വന്നു. സാറേ, രാഹുൽ ഗാന്ധി വേഷം ധരിച്ചാലും വേഷം ധരിച്ചില്ലെങ്കിലും അതെൻ്റെ വിഷയമല്ല.
ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വേഷവിധാനം പോലും ഈ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ PR കമ്പനികൾ ഇതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിലേക്ക് സ്വിച്ച് ചെയ്തു. എല്ലാ നേതാക്കളും ഇപ്പോൾ ചെയ്യുന്ന കാര്യമല്ലേ PR കമ്പനികളുടെ സഹായം തേടുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ PR ഏജൻസി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിണറായി വിജയനെ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരേ വേഷവിധാനമാണ്. നരേന്ദ്രമോദിജിയെ നിങ്ങൾ മുഖ്യമന്ത്രിയായ കാലം മുതൽ പ്രധാനമന്ത്രിയാകുന്ന കാലം വരെയും കാണുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അമിത്ഷായെ നിങ്ങൾ കാണുന്നതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെ കാണുന്നതിൽ ഇല്ലല്ലോ. നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളാണ്. അതിന് പ്രത്യേക ഡിസൈനിങ് ടീമുണ്ട്. സ്വന്തം പേരെഴുതിയ വസ്ത്രം ധരിച്ചതിന്റെ തമാശ ഇപ്പോഴും 10 വർഷത്തിന് ശേഷം ചിലപ്പം യുവരാജ് ഗോകുൽ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യക്കാർ മറന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന വസ്ത്രമാകട്ടെ, അദ്ദേഹത്തിന്റെ കണ്ണാടി ആകട്ടെ, വാച്ച് ആകട്ടെ, അത് അദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് മേടിച്ചിടുന്നതാണ്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന അറ്റേർ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി, അതായത് ഞാൻ പറയുന്നത് ഇത് പൊളിറ്റിക്കലിയാണ് മാറ്റുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ കുർത്തയും പൈജാമയും ധരിച്ചുകൊണ്ട് കിടന്നു, അത് അദ്ദേഹം മാറ്റുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ 2017 അദ്ദേഹത്തിന്റെ അറ്റേർ എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. 2017 അറ്റേർ എന്തായിരുന്നു? കുറെ കുറിയും വാരി തേച്ചു, അദ്ദേഹം കുറെ രുദ്രാക്ഷമൊക്കെ വാരിയിട്ട് അദ്ദേഹം ടെമ്പിൾ റൺ നടത്തുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അതായിട്ട് മാറി. 2024 ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്ന് കോൺഗ്രസ് ചോദിച്ച രാഹുൽ ഗാന്ധിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ചോദിച്ചത്. ഇന്നെന്താ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകാത്ത? 2024 എന്താ അതുപോലെ ചെയ്യാത്ത? അപ്പോൾ അന്ന് അത് ചെയ്തു, അതിനകത്ത് എന്തോ വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു, അത് പരാജയപ്പെട്ടു. ഉടനെ സ്ട്രാറ്റജി മാറ്റി, ആൾ അറ്റേർ മാറ്റി, ആൾ പറയുന്ന വിഷയങ്ങൾ അപ്പാടെ മാറ്റി, ആൾ വേറൊരു തലത്തിലേക്ക് പോയി. ഇങ്ങനെ ഒരു ലീഡറെ എങ്ങനെയാണ് ഈ പറയുന്ന പാർട്ടികളാവട്ടെ പൊതുജനമാകട്ടെ വിശ്വാസത്തിലെടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ അറ്റേർ മാറുന്ന അദ്ദേഹം ഇനിയിപ്പോൾ ഡിസൈനേഴ്സ് ചെയ്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കട്ടെ, അദ്ദേഹം കോസ്റ്റ്ലിയായ സാധനം വാങ്ങിച്ചിടട്ടെ, അതൊന്നും നമ്മുടെ വിഷയമാവുന്നില്ല. ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം 10 ലക്ഷത്തിന്റെ വോട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ച് BJP പക്ഷത്തുള്ള സൈബർ ഹാൻഡിലുള്ള രാഹുൽ ഗാന്ധിയുടെ വേഷത്തിനെ കുറിച്ചിട്ടും അത് തന്നെ പറയുമായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, സംഭവം അല്ല, ഞാൻ കംപ്ലീറ്റ്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകളിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. 1 2 കോൺഗ്രസ് അവതരിപ്പിച്ച്, ഞാൻ അതിലേക്കാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത് രണ്ടാമത്തെ നേതാവാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ വേറൊരാൾ പറഞ്ഞു, ഞാൻ ആ ചർച്ചയെ വേറൊരു ചാനലായതുകൊണ്ട് ഞാനിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുന്നത് IFFK പോകുന്നതിന് സമാനമായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടിയാണ് അവർ സഭയിലേക്ക് കയറി വരുന്നത്. സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലുള്ള പരിഹാസം നേരിട്ടിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും. ഇന്ന് അതിനെ മാറ്റി പിടിച്ച് വേറൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് നിലപാട്? നോക്കൂ, ഒരു ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ദേ ആർ മെന്റ് ടു ലീഡ്. അവരാണ് ലീഡ് ചെയ്യേണ്ടത്. ഒരു നിലപാട് പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഞങ്ങൾ ഇതാണ് മുമ്പോട്ട് വെക്കുന്ന ഐഡിയോളജി, ഇന്ത്യൻ പാർലമെന്റിലേക്ക് പലസ്തീന്റെ ഇതും പറഞ്ഞുകൊണ്ട് ഐ സപ്പോർട്ട് പലസ്തീൻ എന്നും പറഞ്ഞൊരു തണ്ണിമത്തന്റെ പടം എത്ര ലാഘവത്തോടു കൂടിയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. അവരത് തെരുവിൽ അവരത് കാണിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവരത് പോയി കാണിക്കട്ടെ. ഇത് കനി കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട സ്ഥലമാണോ ഇന്ത്യൻ പാർലമെന്റിൽ? പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവായിട്ട് നിലവിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരാള് കനി കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ആളാണോ? അല്ലല്ലോ. ഇപ്പോൾ പ്രിയങ്കയുടെ ഇത് വളരെ ഡിറോഗേറ്ററിയായ റിമാർക്കാണ് കേട്ടോ, വളരെ ഡിറോഗേറ്ററിയായ റിമാർക്കാണ് ഇപ്പൊ നടന്നത്. മഞ്ജുഷ, അതായത് ഒരാൾ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും പറഞ്ഞ് അതൊരു ഏകാധിപത്യ മനോഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ത്യ മുന്നണി പരാജയപ്പെടുത്തിയത്. പരാജയപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ട് ഭരിക്കുന്നത്. എന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ ഒരുപാട് ചർച്ചയായിരുന്നല്ലോ. അതിന്റെ പരിണിത ഫലമാണ് സാറ് തന്നെയാണ് തുടക്കത്തില് നരേന്ദ്രമോദി ഇത്ര രൂപയുടെ വസ്ത്രം ഇട്ടു, നരേന്ദ്രമോദി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നിങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത്, ഞങ്ങളല്ല ഇത് തുടങ്ങി വെച്ചത്. നരേന്ദ്രമോദിയുടെ കോട്ട്, നരേന്ദ്രമോദി കഴിക്കുന്ന കൂണ്, അദ്ദേഹം 10 ലക്ഷത്തിന്റെ കോട്ട് ഇട്ടു, ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്? രാഹുൽ ഗാന്ധി നേരിട്ട് തുടങ്ങി വെച്ച ക്യാമ്പയിന് ഇതൊക്കെ. യുവരാജ് അല്ലല്ല, അതായത് രാഷ്ട്രീയ വിഷയം ഇല്ലാതാകുമ്പോൾ വ്യക്തിപരമായിട്ട് വസ്ത്രധാരണവും കുറിയേയും കുറിച്ചല്ല പറയേണ്ടത്. അല്ല, അതാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളാണിത് തുടങ്ങി വെച്ചത്. സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ
അല്ല, ഈ ചർച്ചയിൽ നമ്മൾ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. വേഷഭൂഷാദികളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വിമർശിക്കപ്പെടും. ഞാൻ ചോദിച്ചത് 2017 രാഹുൽ ഗാന്ധിയുടെ അറ്റയർ എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എടുത്ത് അണിഞ്ഞതാണ്. ആ അണിഞ്ഞ അറ്റയർ അദ്ദേഹം 2024 എന്തുകൊണ്ട് അഴിച്ചു വെച്ചു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വളരെ ലോജിക്കലാണ് ക്വസ്റ്റ്യൻ. പൊളിറ്റിക്സ് തന്നെയാണ് ചോദിക്കുന്നത്. യുവരാജ് നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അതായത് നമ്മുടെ ഇപ്പോഴും, അതായത് ഈ നാട്ടിൽ ആരെന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ അവരവർ തീരുമാനിച്ചുള്ളൂ. ഉറപ്പാണോ? കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ കങ്കണ റണൌട്ടിനെ പരിഹസിച്ചത് അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ പരിഹസിച്ചത് താങ്കൾ പറയുന്നത് അല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, നരേന്ദ്രമോദി ഊണ് കഴിക്കുന്നു പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്? നരേന്ദ്രമോദി എത്ര രൂപയുടെ കൂടി നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? കങ്കണ റണൌട്ടിനെ എം പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുടെ വൾഗറായിട്ടുള്ള ഒരു ചിത്രം എടുത്തിട്ട് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡില് അവരെ പരിഹസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയപ്പോ സാറിന് അറിയില്ലായിരുന്നോ ഈ രാജ്യത്ത് എന്ത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന്? കരാതരം പോലെ മാറ്റാതെ സാറേ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ അറ്റയറിനെ കുറിച്ചിട്ട് മാത്രമാണ്. അത് PR ഏജൻസി എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്യുന്ന ഒരു അറ്റയർ മാത്രമാണ്. സ്വന്തമായ ഒരു നിലപാട് പോലും അതിനകത്ത് ഇല്ലാത്ത ഒരാളാണ് താൻ. മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അത്ര പോലും ധാരണയില്ലാത്ത ഒരാളാണ്, സ്ഥിരതയില്ലാത്ത ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും റിലവന്റ് ആയി നിൽക്കുന്നു. 2017 രാഹുൽ ഗാന്ധി നടത്തുന്ന സമയത്ത് എടുത്തിരുന്ന ഉപേക്ഷിക്കുകയും പിന്നെ അതിലേക്ക് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ടീഷർട്ട് മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലല്ല, അത് ഈ ടെമ്പിൾ ഗണ്ടുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് യുവരാജ് ഗോഖലെ ഇവിടെ പറഞ്ഞത്. അതിനുള്ള മറുപടി പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം അതല്ല പറയുന്നത്. ശരി, ശ്രീകുമാർ. റിമാർക്കാണ്. എന്തുകൊണ്ടാണ് ശ്രീകുമാർ അതിനെപ്പറ്റി ഒന്നും പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല മഞ്ജുഷ, അല്ല ഒരു മിനിറ്റ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴേ ഓരോ നേതാവിന്റെ വ്യക്തിപരമായ വേഷഭൂഷാദികളല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാൻ നമുക്ക് വേറെ മഞ്ജുഷ വിഷയം വെച്ചോളൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ വേഷവിധാനം അത് ചർച്ച ചെയ്യാൻ ആൾക്കാർ വേറെ വരും. ഞാൻ വരില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുണ്ട്. ഈ വേഷങ്ങളിലെ മാറ്റം കാരണം രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുവാൻ ഇന്ത്യ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്ത്യ പാർട്ടികൾ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഈ മാറ്റം അംഗീകരിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണത്. ഇല്ല, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ യുവരാജ് പറയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിന് മഞ്ജുഷ കൂട്ടു നിൽക്കല്ലേ. രാഷ്ട്രീയ ബുദ്ധിപരമായി മറുപടി പറഞ്ഞാൽ മതി. ടെമ്പിൾ റൺ ഒരുപാട് ബുദ്ധിയുള്ള ആളാണല്ലോ സാറ് മറുപടി പറയുന്നേ. എന്റെ മഞ്ജുഷേ, അതായത് BJPയുടെ ഒരു അജണ്ട എന്തായിരുന്നു? ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയെ ഏത് രീതിയിൽ മാറ്റിമറിക്കുന്ന പറഞ്ഞത്. ആ അജണ്ട ഇപ്പൊ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ മാറ്റിമറിക്കുമെന്ന് BJP പറഞ്ഞു? അങ്ങനെ പോകല്ലേ? ഏത് രീതിയിൽ മാറ്റിമറിക്കുമെന്ന് BJP പറഞ്ഞു? സാറൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ റിസൾട്ടാണ് ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെ കണ്ടത്. അല്ല, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ വായിലേക്ക് കുത്തിക്കേട്ടരുത്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ പറഞ്ഞുകൊണ്ട് നടന്നത് ഞങ്ങൾ സംവരണം നിർത്തലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കൂടെ ചർച്ചയ്ക്ക് ഇരുത്തുന്നതാണ് നല്ലത്. അതായത് എന്റെ ഒരു ചർച്ചയുടെ സ്വഭാവം ഇതനുസരിച്ചല്ല. അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുള്ളൂ. ആ രാഷ്ട്രീയത്തിലെ ഞാൻ പറയുന്നത് BJPയുടെ എന്തുകൊണ്ടാണ് BJPക്ക് ഇങ്ങനെ ദുർബലമായ ഒരു ഭരണത്തലവനായിട്ട് ഭരണ നേതൃത്വമായിട്ട് ഇരിക്കേണ്ടി വന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിട്ട് ആ ഇന്ത്യ മുന്നണിയുടെ ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. ആ രാഹുൽ ഗാന്ധി ഏത് വേഷം വേണേ ധരിച്ച് മുഴുവൻ സഞ്ചരിക്കട്ടെ. അത് ഇവർക്ക് എന്താണ്? രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രധാനം. ആ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ BJP ഉയർത്തിക്കൊണ്ടിരുന്ന നെഹ്റു വിരുദ്ധത, നെഹ്റു കുടുംബ വിരുദ്ധത, ഇന്ദിരാഗാന്ധി വിരുദ്ധത. എന്താ കാരണം? ഇവർ ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയെ ഞാൻ വളരെ നിസ്സാരമായി കാണരുത്. ഇന്ദിരാഗാന്ധിയാണ് ഇപ്പൊ ഇവരെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ വിരുദ്ധതയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ സമാജ്വാദി പാർട്ടി ആണെങ്കിൽ അത് ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായിട്ടാണ് ഇവരൊക്കെ വന്നത്.
അപ്പൊ ആ കക്ഷികളെ ഇന്ദിരാഗാന്ധിയെ വീണ്ടും ഓർമ്മിപ്പിക്കാണ്. അത്രയും രീതിയിലേക്ക് BJP പോവാണ്. അതായത് നിവൃത്തിയില്ല, വേറെ ഒരു അജണ്ടയും അല്ല, അത് ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയല്ലേ ശ്രീ എൻ ശ്രീകുമാർ ശരിക്കും ചെയ്യുന്നത്? ഈ ഭരണഘടനാ ചർച്ചയിൽ അവിടെയാണല്ലോ ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതിൽ ശരിക്കും ആ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയായിരുന്നുവല്ലോ. ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിക്കും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പറ്റിയില്ല. ലോക്സഭയിലേക്ക് വരാമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? എന്തൊരു കഷ്ടമാണ്. എന്റെ യുവരാജ, താങ്കളൊന്ന് ക്ഷമിക്കൂ, BJP എന്തായാലും 5 വർഷം ഭരിക്കും, താങ്കൾ ഭയക്കാതിരിക്കൂ. അതിപ്പോ താങ്കളുടെ ഞങ്ങൾ ഭരിക്കും. അല്ല, താങ്കളൊന്ന് ക്ഷമിക്കേ. അതായത് BJP 5 വർഷം ഭരിക്കട്ടെ, കുഴപ്പമില്ല. അതിനിപ്പോ രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടാലും ഭരിക്കായിരിക്കും. അവിടെ നിൽക്കൂ, ഞാൻ പറയട്ടെ. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി വിരുദ്ധത കൊണ്ടുവരിക. എന്താ കാരണം അറിയാമോ? ബാക്കിയെല്ലാം പരാജയപ്പെടുകയാണ്. അപ്പൊ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ, ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ, ഭരണഘടനയെ എന്താ പറയാ, ഏകാധിപത്യ മനോഭാവത്തോടെ ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ, അന്ന് ഇന്ദിരാഗാന്ധി എതിർത്ത അന്നത്തെ ജനതാ പാർട്ടിയുടെ ഘടകങ്ങളായ ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ നേതാക്കൾ ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു ധാരണയുണ്ടാകാം. അതൊക്കെ കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞ, വർത്തമാനകാല രാഷ്ട്രീയമാണ് ചർച്ച. ഭൂതകാലത്തിൽ അഭിനന്ദിച്ചിട്ട് കാര്യമില്ല. പഴയ കാലത്തുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. അതാണ് കോൺഗ്രസും പറയുന്നത്. കോൺഗ്രസിന് അറിയാം. എന്താ കോൺഗ്രസ് അറിയുന്നത്? BJP വിരുദ്ധതയുടെ പേരിൽ മാത്രമേ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു നിൽക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഓരോ സംസ്ഥാനത്തും അവരവരുടേതായ നിലപാടിൽ ആ കക്ഷികൾ ഭരിക്കും. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന് ബംഗാൾ മതി. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ പിടിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് DMK എതിർത്തത്? DMK ശക്തമായ ദക്ഷിണേന്ത്യൻ പാർട്ടിയാണല്ലോ. കാരണം അവർക്കറിയാം, ദേശീയ തലം മുതൽ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ, അതായത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന മുന്നണി, ആ NDA മുന്നണി പഴയകാലത്ത് BJP മാത്രമായിരുന്നു. ഇന്ന് ഇന്ത്യ NDA മുന്നണി എന്ന് പറയേണ്ട ഗതിയോട് വരികയും 2 കക്ഷികളുടെ മാത്രം കൃപയോടെ ഭരിക്കേണ്ടി വരികയും BJPക്ക് എന്തെല്ലാം അജണ്ടയാണോ അവർക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം നടപ്പാക്കാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യത്തിൽ നിന്നും പ്രതിപക്ഷ നേതാക്കളെ വ്യക്തിപരമായിട്ട് ചോദ്യം ചെയ്യും. അതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ആ അസഹിഷ്ണുത മനസ്സിലാക്കണം. അങ്ങനെ അസഹിഷ്ണുതയോടെ ഭരിക്കാൻ എത്ര കാലം കഴിയും ഇവർക്ക്? അതായത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയാം, ജാർഖണ്ഡിൽ എന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത്? അവിടുത്തെ സോറൻ ഗവൺമെന്റ്, ആ സോറനൊപ്പം നിന്ന ഒരാൾ ചമ്പായ് സോറിനെ കൊണ്ടുപോയല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ തിരിച്ചടി ഉണ്ടായിരുന്നു BJPക്ക്? കാരണം അവിടെ സോറിനൊരു വ്യക്തതയുണ്ടായിരുന്നു. എന്ത്? BJP വിരുദ്ധത. നേരെ വെച്ച മഹാരാഷ്ട്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആര് മുഖ്യമന്ത്രിയാകുന്നായിരുന്നു തർക്കം. ഇവിടെ കോൺഗ്രസിന് എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞില്ല. ജാർഖണ്ഡില് അവിടെ സോറിനെ പിന്താങ്ങി നിന്നു, അവിടെ ജയിച്ചു. ഹരിയാനയെ സംബന്ധിച്ച് നമുക്കറിയാലോ, നമ്മൾ ചർച്ച ചെയ്തതാണ്. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്, ഒരുപാട് ജാതി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് BJP വിരുദ്ധതയുടെ ഭാഗമായി രൂപം കൊണ്ട് ഇന്ത്യ മുന്നണി ശിഥിലമായി എന്ന് കരുതുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മൾ ഇന്ന് പാർലമെന്റിൽ നോക്കൂ, പാർലമെന്റിൽ വരുന്ന വിഷയങ്ങള്, ആ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്ന ചർച്ചകള്, ആ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാക്കൾ എടുക്കുന്ന നിലപാടുകള്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് കർണാടകത്തിൽ എന്ത് സംഭവിച്ചു, മഹാരാഷ്ട്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. പൊതുവെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്തിനാണോ രൂപപ്പെട്ടത്? BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും അധികാരത്തിൽ നിന്ന് അവര് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് അവരുടെ കിരീടം ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു പീഠം നഷ്ടപ്പെട്ടു. എന്നിട്ട് 4 പാർട്ടികൾ എന്നുള്ള രീതിയിൽ നിൽക്കാണ്. 2 കാല് മാറിയ പീഠം നിലത്ത് വീഴും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഈ BJP എത്തിച്ചതാണ് ഇന്ത്യ മുന്നണിയുടെ ക്രെഡിറ്റ്. ആ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃയോഗ്യത ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് ഉത്തരവില്ല. കാരണം പ്രതിപക്ഷ അത് പറയുന്നത് പക്ഷേ അതേ പാർട്ടികളാണ്, അതുകൊണ്ടാണ് പുറത്തു നിന്ന് ആരുമല്ല അത് പറയുന്നത്. ശ്രീ സിബി സത്യൻ, ഇവിടെ യുവരാജ് പറഞ്ഞത് ഈ വേഷത്തിന്റെ കാര്യം വന്നപ്പോൾ രാഹുലിൽ നിന്ന് മാറി പ്രിയങ്കയിലേക്കും എത്തിക്കുന്നുണ്ട് BJP. അവിടെ ഇന്ത്യ മുന്നണി സഖ്യ പാർട്ടികൾക്ക് പോലും ഇന്നലെ പ്രിയങ്ക ആ ഭാഗമായിട്ട് പലസ്തീൻ അനുകൂല ഭാഗമായി വന്നതിൽ എതിർപ്പുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ഇന്ന് ബംഗ്ലാദേശ് അനുകൂല ഭാഗമായിട്ട്, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആ രീതിയിലുള്ള, അത് അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഭാഗമായിട്ട് വരേണ്ടി വന്നു. അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ട്, പീഡനം, അത് പ്രതിപാദിക്കുന്ന ഭാഗമായിട്ട് വരേണ്ടി വന്നു എന്നാണ് ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ അവതരിപ്പിച്ചത്. അനവസരത്തിലുള്ളതായി പോയില്ലേ ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ ആ വരവ് ആ ഭാഗമായിട്ട്? ഇന്നലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പരാമർശമുള്ള ഭാഗമായിട്ട് വന്നെങ്കിൽ അത് ടൈംലി ആണെന്ന് പറയാമായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇന്നല്ല ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിച്ചത്.
നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ട ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ യുവരാജ് ഗോകുലിന്റെ ഈ പരാമർശം അല്പം ഡിറോഗേറ്ററി ആയിരുന്നു. അത് അത്ര ശരിയായ സ്പിരിറ്റുള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് അദ്ദേഹം പറഞ്ഞ പറയുന്നത് ഏത് വാചകമാണ് താങ്കളെ അദ്ദേഹം അസ്വസ്ഥനാക്കിയത്? ചില സിനിമാ താരങ്ങളെ എന്താ പറയുന്ന ഇത് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞത് അത്ര സുഖകരമായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ റീസൺ ഒന്ന് പറയാമോ? അല്ലല്ല, ഞാൻ അല്ല, അത് തടയുന്നതല്ല. ഞാനൊരു തർക്കത്തിലേക്ക് പോകുന്നില്ല. അത് അതാണ് ഞാൻ പറഞ്ഞ IFFK ചില സിനിമാ താരങ്ങൾ ബാഗുമായി കടന്നു വരുന്നതിന് അനുസ്മരിപ്പിക്കുന്ന തരത്തില് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ തരത്തിലല്ല അവര് പെരുമാറേണ്ടതെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ BJP ഹാൻഡിലുകളും തുടർച്ചയായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനത്തിനെതിരെ ഭയങ്കര ശക്തമായിട്ട് വാചകങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ BJP ഭരിക്കുന്ന ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവവും എനിക്ക് എന്റെ അറിവിലില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ ഇന്ത്യ സർക്കാർ ശ്രമിച്ചതായിട്ട് യാതൊരു വിവരവുമില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റ് ആണ് ഒരു കാലത്ത് ഇടപെട്ട് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിന് വിമോചനം വാങ്ങി പ്രത്യേക ബംഗ്ലാദേശ് രാഷ്ട്രമാക്കി കയ്യിൽ കൊടുത്തത്. അവിടെ ഇന്ന് വീണ്ടും മതമൗലികവാദികൾ തിരിച്ചു വരികയും അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുകയും അവിടെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ തൊട്ടടുത്ത കരുത്തരായ ഇന്ത്യ എന്ന് പറയുന്ന അയൽവാസി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ത്യ ഒരു തരത്തിലുള്ള ഇടപെടലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. ഈ പറഞ്ഞ ഹിന്ദു സ്നേഹം പറയുന്ന BJP-ക്കാര് ഈ പറഞ്ഞ ഞാൻ തുടർച്ചയായിട്ടൊന്ന് വായിച്ച കുറെ സംഭവങ്ങൾ ഓർക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളതാണ് അവരുടെ ആശങ്ക. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മിണ്ടുന്നില്ല, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ പറ്റി സംസാരിക്കാത്തതെന്നൊക്കെ. അപ്പം ഇത് ശരിക്കും നരേന്ദ്രമോദിയല്ലേ സംസാരിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആയിരിക്കുന്ന ജയശങ്കറോ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അമിത്ഷായോ ആണ് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത്. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവല്ല. അപ്പൊ തുടർച്ചയായിട്ട് അപ്പൊ ആ ഒരു കാര്യം പാർലമെന്റിൽ ഉന്നയിക്കുക വഴി എനിക്ക് തോന്നുന്നു പ്രിയങ്ക കുറച്ചുകൂടെ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. അത് ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജാതിക്കോ മതത്തിനോ അനുകൂലമല്ല, മറിച്ച് ലോകമാസകലം പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അനുകൂലമായ ഒരു സ്റ്റാൻഡാണ്. അതുകൊണ്ടാണ് ഒരേ സമയം പാകിസ്ഥാന് വേണ്ടിയും ഒരേ സമയം ബംഗ്ലാദേശിന് വേണ്ടിയും ആൾക്കാർക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഒരു വശം മാത്രം സംസാരിച്ച് കഴിയുമ്പോഴാണ് അതൊരു ഏകപക്ഷീയമായി പോകുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ഇടപെടലുകൾ ലോകത്ത് വേണം. കാരണം ജനാധിപത്യത്തിന്റെ എല്ലാ മുഖ്യധാരയും ജനാധിപത്യത്തിൽ മാനവികത ഇടചേർന്ന ഒന്നാണ്. അപ്പൊ ആ മാനവികതയുടെ ഭാഗമായിട്ട് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും, അതായത് മാനസികമായിട്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു രാജ്യമായാലും ഒരു രാഷ്ട്രീയ കക്ഷിയായാലും, മാനസികമായിട്ട് റഷ്യയെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായാലും ആരായാലും നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ യുദ്ധങ്ങളും ആത്യന്തികമായിട്ട്, എല്ലാ കൊലപാതകങ്ങളും എല്ലാ കലാപങ്ങളും ആത്യന്തികമായിട്ട് മനുഷ്യരാശിക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. പലസ്തീനിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കുട്ടി മുസ്ലിമാണോ ഹിന്ദുവാണോ ജൂതനാണോ ക്രിസ്ത്യനാണോ എന്നുള്ളതല്ല, അതൊരു കുഞ്ഞാണ് എന്ന തിരിച്ചറിവാണ്. ഉക്രൈനിൽ മരിച്ചു വീഴുന്ന ഒരു കുട്ടി അതൊരു കുഞ്ഞാണ് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളേണ്ട ഒരു പോയിന്റ്. അപ്പൊ ആ ഒരു മാനവീയതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഉറച്ചു നിൽക്കുക എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ഗാന്ധിയേക്കാൾ ദുരന്തമാണ് പ്രിയങ്ക ഗാന്ധി എന്ന രീതിയിലുള്ള പ്രതികരണമാണ് BJP-യിൽ നിന്ന് വരുന്നത്. ഇവിടെ വിശ്വമാനവികത ഒരു വിഷയമായി വരുമ്പോൾ ഒരു പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ നിയമനിർമ്മാണ സഭയായിരിക്കാം. പക്ഷേ ഇഫ് യു വാണ്ട് ടു ടെൽ സംതിങ് ടു ദ വേൾഡ്, ഒരു പ്രത്യേക ജനതയോട്, ഒരു പ്രത്യേക കോസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ചില വിഷ്വൽ ഇമേജറീസ് ഉണ്ടാകും. അത് പ്രിയങ്ക ഗാന്ധി ഉപയോഗിച്ചു. താൻ ഉപയോഗിച്ച തുണി സഞ്ചിയിൽ തണ്ണിമത്തൻ രൂപം ആലേഖനം ചെയ്തു. അതൊരു പ്രതീകാത്മകമാണ്. പലസ്തീനിയൻ കോസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രതീകാത്മകമായ ഒരു നിലപാടായി അതിനെ കാണാം. പക്ഷേ അതിനായി പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുത്ത ദിവസമാണ് ഇവിടെ പ്രശ്നമായത്. ഡിസംബർ 6 എന്ന് പറയുന്നത് വിജയ ദിവസമാണ്. ബംഗ്ലാദേശിൻ്റെ റസാക്കേഴ്സും ബംഗ്ലാദേശ് ആർമിയും ഒക്കെ അടങ്ങുന്ന 93,000 പേര് ഇന്ത്യയുടെ പട്ടാള മേധാവിയുടെ കീഴടങ്ങിയ ദിവസമാണ്. ആയുധം വെച്ച് കീഴടങ്ങിയ ദിവസമാണ് 1971 ഡിസംബർ 16 അപ്പോൾ മനേക്ഷയുടെ മുമ്പിൽ കീഴടങ്ങിയ ഇത്രയും പേരെ ഓർത്തുകൊണ്ട് അന്ന് ചെയ്യേണ്ടിയിരുന്നത്, അതായത് ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത്, ഈ ബാഗ്
അന്ന് പ്രദർശിപ്പിക്കാമെന്ന് ഇന്ന് പ്രദർശിപ്പിച്ച ബംഗ്ലാദേശ് ഐക്യദാർഢ്യ ബാഗിൻ്റെ ഉപയോഗം ഇന്നലെയായിരുന്നു. എന്നാൽ ഇന്ന് പലസ്തീൻ അനുകൂല ബാഗും കൊണ്ടുവരുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഒരു അറ്റയറിൻ്റെ ഭാഗമാണ്. പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഭംഗിയായിട്ട് പറഞ്ഞല്ലോ, എന്താണ് താൻ ധരിക്കേണ്ടത്, എന്ത് തോൾസഞ്ചിയാണ് ധരിക്കേണ്ടത്, എന്ത് വസ്ത്രമാണ് എന്നത് തനിക്ക് വിട്ടോളൂ. ഒരു പുരുഷ കേന്ദ്രീകൃത മനോഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായി മാത്രമേ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇത് പ്രിയങ്ക ഗാന്ധി കേവലം ഒരു ലേഡിയല്ല, കേവലം ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നതിൽ കൂടുതൽ ഇത് ലോകത്തോടായി ഒരു സന്ദേശം പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ബാഗ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ ചർച്ചയായിട്ട് വരുന്നതും. അതിൽ തെറ്റൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഇവിടെ അതിനെ ഒരു ഭംഗിയാന്തരാണ് പലരും പറയും. ഒരു പക്ഷേ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമാ താരം പോകുന്നത് പോലെയോ അല്ലെങ്കിൽ IFFക്ക് പോകുന്ന സഞ്ചി തൂക്കി പോകുന്നത് പോലെയോ ഉള്ള ലാഘവത്തിൽ അല്ല അതിനെ കാണേണ്ടത്. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, അത് മാത്രമല്ല ഇന്ത്യ സഖ്യ പാർട്ടികൾക്കൊന്നും അതിലൊരു എതിർപ്പുമില്ല. ഇന്നെല്ലാവരും സഞ്ജീവമായിട്ടാണ് വന്നത്, ഇല്ലേ? പ്രതിഷേധം തന്നെ കാണാമല്ലോ. അല്ല, ഇതിനകത്ത് ശ്രീ സിബി സത്യൻ അല്ലെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തെവിടെ മനുഷ്യർ പിടഞ്ഞു വീണാലും അതിനകത്ത് മതവും ഇതൊന്നും കാണണ്ട എന്നുള്ളതാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ സിറിയയിൽ ആൾക്കാർ ഇത്രയും പേരെ കൊന്നൊടുക്കിയ സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എന്താ സഞ്ചിയും തൂക്കി ഇറങ്ങാതിരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ അപ്പോൾ അവർക്ക് സഞ്ചി കിട്ടിയില്ലേ തൂക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിലേക്ക്? കശ്മീരി പണ്ഡിറ്റുകളെ കൊന്നൊടുക്കുന്ന സമയത്ത് ഇവർക്കാർക്ക് സഞ്ചി ഇല്ലായിരുന്നു? അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതാക്കൾക്കാർക്ക് അന്ന് സഞ്ചി കിട്ടിയില്ലായിരുന്നു? കിട്ടാത്തതുകൊണ്ടായിരുന്നു അവരാരും അന്ന് സഞ്ചിയും തൂക്കിയിട്ട് വരാതിരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് മതവും ജാതിയൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. ഹമാസ് 100 ചില്ലുവാന കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിരുന്നല്ലോ ഇസ്രായേലിൽ നിന്ന്. അപ്പോൾ അവർക്ക് എന്താ ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടികളോട് സഹാനുഭൂതി തോന്നാൻ വേണ്ടിയിട്ട് സഞ്ചി തൂക്കി വരണമെന്ന് ഇവർക്കാർക്ക് തോന്നിയില്ലേ? അന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ ബി ജെ പി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? വ്യക്തമായൊരു നിലപാടെങ്കിലും കോൺഗ്രസിനുണ്ടായിരുന്നോ? പിന്നെ ബംഗ്ലാദേശിലെ കാര്യം എന്ന് പറയുന്നത്, ബംഗ്ലാദേശ് 1970 സാഹചര്യത്തിലല്ല ഇന്ന് നിൽക്കുന്നത്. 1970 ബംഗ്ലാദേശ് വിമോചനത്തിലേക്കൊരു യുദ്ധം പോകുന്ന സമയത്ത് ബംഗ്ലാദേശിൽ എത്ര സംസ്ഥാനങ്ങളിൽ അതിനോടകം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നുവെന്നും എത്ര വലിയ വംശഹത്യയിലേക്ക് അത് വലിയ രീതിയിൽ ഒരു പാൻ ബംഗ്ലാദേശ് ലെവലിലേക്ക് മൂവ് ആയതിനു ശേഷവും മാത്രമാണ്, അത് എത്രയോ മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒരു മിലിറ്ററി മൂവ്മെൻറ്റിലേക്ക് പോകുന്നത്. ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ഹിന്ദു ധ്വംസനം നടക്കുന്നുണ്ട്. പലസ്തീനെ കുറിച്ച് കരയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് ആശങ്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ലാണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് പലസ്തീനെ കുറിച്ച് കരയാൻ അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബംഗ്ലാദേശിനെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം. നിങ്ങളുടെ വേഷത്തിനെയോ നിങ്ങളുടെ മറ്റ് ആഭരണാദികളെയോ ഒന്നും ആരും വിമർശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് എവിടെയും ഉണ്ടാകും. അത് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾ വിചാരിക്കേണ്ട. ശ്രീകുമാർ സാർ ബംഗ്ലാദേശിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് എന്താണ്, ഇന്ത്യൻ സർക്കാർ എന്തോ നടപടിയെടുത്തു എന്ന് ശ്രീ ഗോകുൽ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ വിശദീകരിക്കാം. ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് മാത്രം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന വിഷയമല്ല. അതൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ, ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ചില മോളുകളെ പല സ്ഥലങ്ങളിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ മുഹമ്മദ് യൂനിസ് ആണ്, ഇവിടെ രാഹുൽ ഗാന്ധിയാണ്, അമേരിക്കയിൽ നമ്മുടെ കമലാ ഹാരിസ് ആണ്. എല്ലാവരും ഒരേ സ്ക്രിപ്റ്റ് നോക്കി വായിച്ച് ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇറങ്ങുന്ന ആൾക്കാരുമാണ്. ഒരു പപ്പറ്റിനെ തൽക്കാലത്തേക്ക് ബംഗ്ലാദേശിലേക്ക് ചില ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അവരവിടെ ഇരുന്നുകൊണ്ട് റഷ്യയെ കയറി ചൊറിഞ്ഞ് ഒരു ടെൻഷൻ അവിടെ ഉണ്ടാക്കാൻ നോക്കിയതുപോലെ ഇവിടെ ബംഗ്ലാദേശിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ചില കോണുകളിൽ നിന്നുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണയുള്ള ആൾക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. അതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ മാനവികവാദികൾക്ക് വിഷമവും കരച്ചിലും ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീകുമാർ സാർ ഒരു മറുപടി പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞെനിക്ക് രാഷ്ട്രീയമായിട്ട് മറുപടി പറയാനുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു ഈ സർക്കാർ ഉണ്ട്, അദ്ദേഹത്തോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞു BJP മാത്രമേ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഉറപ്പുണ്ട് BJP വിരുദ്ധതയിൽ മാത്രം നിലനിൽക്കൂ. അല്ലാണ്ട് കോൺഗ്രസിന്റെ കഴിവ് കൊണ്ടോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കൊണ്ടോ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഗുണം കൊണ്ടോ ആ മുന്നണി നിലനിൽക്കില്ല എന്നും ആ മുന്നണി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ BJP വിരുദ്ധത എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുമ്പോൾ
അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയെ മറ്റുള്ളവർ ഭയക്കുന്നതാണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം. രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭയന്നാൽ മതി, അത് കൂടെയുള്ള മുന്നണികളാണ് ഭയക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണോ? കോൺഗ്രസ് ഒറ്റപ്പെടുകയാണെന്ന് 72% പ്രേക്ഷകർ, അല്ല എന്ന് 25%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.